നഴ്സ് ലെനയുടെ മരണം കൊലപാതകമോ? പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ സൂചനകളാണ് നൽകുന്നത്. ഭക്ഷ്യവിഷബാധ എന്ന് കരുതിയത് കൊലപാതകമെന്ന സംശയത്തിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. വടക്കാഞ്ചേരി സ്വദേശിനിയായ യുവനഴ്സ് ലെനയുടെ അപ്രതീക്ഷിത മരണം സംസ്ഥാനത്ത് നടുക്കിയിരുന്നു. കൂട്ടുകാർക്കൊപ്പം കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നതായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റ് ചില സൂചനകളിലേക്ക് കൂടി കടന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷം ഉള്ളിൽ ചെന്നിരുന്നു എന്ന് വ്യക്തമായതോടെ ലെനയെ ആസൂത്രിതമായി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് പിതാവ് ഉന്നയിക്കുന്നത്. വടക്കഞ്ചേരി വാൽക്കുളമ്പ് സ്വദേശിയായ മുണ്ടപ്ലാക്കൽ റെജി എന്ന ജോൺ ആലുവ റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ 2 യുവാക്കളുടെ പങ്കും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം 24-ന് നഴ്സിംഗ് സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനായി ആലുവയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ലെന വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. തൃശൂർ ഒളരിയിലെ സ്വകാര്യ ആസ്പത്രിയിൽ ജോലി ചെയ്തിരുന്ന ലെന അന്ന് രാവിലെ തന്നെ അമ്മയെ വിളിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ലെനയുടെ മരണവാർത്ത എത്തുന്നു. കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധ എന്ന പേരിൽ 2 സുഹൃത്തുക്കൾ ചേർന്നാണ് ലെനയെ ആദ്യം സമീപത്തെ ആസ്പത്രിയിലും പിന്നീട് രാജഗിരി ആസ്പത്രിയിലും എത്തിക്കുന്നത്. ആസ്പത്രിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നതാണ് വിവരം. ആദ്യഘട്ടത്തിൽ ഭക്ഷ്യവിഷബാധ എന്ന് തന്നെയായിരുന്നു നിഗമനമെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് വിഷാംശം ഉള്ളിലെത്തിയതും കൊലപാതകമെന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതും. ലെനയെ ആസ്പത്രിയിൽ എത്തിച്ചത് മുതൽ പുറത്തുവരുന്ന മറ്റു ചില സംഭവങ്ങളും ഇതോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒളരി മദർ ആസ്പത്രിയിലെ നഴ്സിംഗ് സംഘടനയുടെ നേതാവായിരുന്നു ലെന ജോൺ എന്ന 25 വയസ്സുകാരി. എന്നാൽ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റു എന്ന് പറഞ്ഞ് 2 സുഹൃത്തുക്കൾ ലെനയെ ആസ്പത്രിയിൽ എത്തിക്കുന്നു. ഗുരുതരമാണ് എന്ന് പറഞ്ഞ് ലെനയുടെ സുഹൃത്ത് ഡോക്ടർ എന്ന വ്യാജേന ലെനയുടെ അമ്മയെ ഫോണിൽ വിളിച്ച് വിവരമറിയിക്കുന്നു. തുടർന്ന് അല്പസമയത്തിന് ശേഷം വീണ്ടും ഡോക്ടർ എന്ന വ്യാജേന മരണം ഉറപ്പിച്ച് ഫോൺ കോൾ. അതോടൊപ്പം സംശയം തോന്നിയ നാട്ടുകാർ ഈ 2 യുവാക്കളെ തടഞ്ഞു വെക്കുകയും പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് രക്തസമ്മർദ്ദം കുറഞ്ഞ ലെനയെ തങ്ങൾ ആസ്പത്രിയിൽ എത്തിച്ചു എന്നാണ് അർഷാദ്, സുഹൈൻ എന്നീ സുഹൃത്തുക്കൾ പോലീസിന് നൽകിയ മൊഴി. ലെന സീരിയസ് ആണ് എന്ന് ആദ്യം അറിയിച്ച ഇവർ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണം സ്ഥിരീകരിച്ച് വിളിക്കുന്നു. ഒടുവിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവരെ നാട്ടുകാർ തടഞ്ഞു വെക്കുന്നു. 1 വർഷം മുൻപേ IELTS പാസ്സായിരുന്ന ലെന IELTSന്റെ സർട്ടിഫിക്കറ്റ് വിദേശ ജോലിക്ക് പോകുവാനായി സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ പോകുന്നു എന്ന് വീട്ടുകാരോട് പറഞ്ഞിറങ്ങുന്നു. 3 ദിവസം ആലുവയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നും പുറത്തുവരുന്ന വിവരങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ പുറത്തറിയുവാനുണ്ട്. അൾട്ടിമേറ്റായി ലെന എന്ന് പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നും.